പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി മൂലം ലോകത്താകമാനം ഏർപ്പെടുത്തിയ ലോക്ക്ഡൗൺ പല കുടുംബങ്ങളെയും ഒരുമിച്ച് ചേർക്കാൻ സഹായിച്ചു എന്നതുപോലെ തന്നെ പലരെയും അകറ്റി നിർത്താനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഏതായാലും ആശങ്കാജനകമായ പല റിപ്പോർട്ടുകളും പലയിടത്തു നിന്നും പുറത്തു വരുമ്പോൾ ഒറ്റയ്ക്കായിപ്പോയ UAE-യിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയ ഒരു കൗമാരക്കാരിയുടെ വാർത്ത കൂടി പുറത്തു വരികയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ മടങ്ങി വരാനായി പിതാവ് ടാൻസാനിയയിലേക്ക് പോവുകയായിരുന്നു. രോഗബാധിതയായി കിടക്കുന്ന മാതാവിനെ കാണാനായി 2 ദിവസം മകളെ ദുബൈയിലെ വീട്ടിൽ ഒരു സഹായിക്കൊപ്പം നിർത്തിയ ശേഷം അമ്മ ലണ്ടനിലേക്കും പോയി. മകനാണ് എങ്കിൽ ടാൻസാനിയയിൽ ജോലിയെ തുടർന്ന് ലോക്ക്ഡൗണിൽ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥ. രാജ്യത്തിലെ യാത്രകൾക്ക് പിന്നീട് കോവിഡ് ബാധിക്കുന്നു. രാജ്യത്തെ യാത്രകൾക്ക് പിന്നീട് നിയന്ത്രണം വരുന്നു. കോവിഡ് ബാധിച്ച പിതാവ് ടാൻസാനിയയിൽ വെച്ച് പുറത്തു വന്നതോടുകൂടി ആ കൗമാരക്കാരി മൊത്തത്തിൽ തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. ബിസിനസ് ആവശ്യത്തിനായി ടാൻസാനിയയിലേക്ക് പോയി അവിടെ വെച്ച് കോവിഡ് ബാധിച്ച് മരിച്ച ഇനാഅത്ത് അലി ധല്ലയോർത്ത് കരയുകയാണ് ലണ്ടനിലെ ഭാര്യ സബീന ധല്ല. ദുബൈയിൽ കഴിയുന്ന മകളും ടാൻസാനിയയിൽ കഴിയുന്ന മകനും അതേ മനോവിഷമത്തിൽ തന്നെയാണ്. ഒറ്റയ്ക്കായിപ്പോയ മകളെ കാണാൻ എത്രയും പെട്ടെന്ന് തനിക്ക് യാത്രയ്ക്കുള്ള അവസരം ഒരുക്കി തരണമെന്നാണ് സബീന UAE ഭരണകൂടത്തോട് നിരന്തരം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി കവർന്നെടുക്കുകയും ചെയ്തു. തൻ്റെ 47ാം പിറന്നാളിന് 2 ആഴ്ചയ്ക്ക് മുൻപാണ് ധല്ല മരിക്കുന്നത്. കോവിഡ് മൂലം രാജ്യാന്തര യാത്രകൾക്ക് നിയന്ത്രണം വന്നതോടുകൂടി ടാൻസാനിയയുടെ തലസ്ഥാനമായ ദാറസ്സലാമിൽ കുടുങ്ങിപ്പോയ ധല്ല ഇതേ രോഗം, അതായത് COVID-19 ബാധിച്ചാണ് മരിക്കുന്നത്. ഇന്ത്യക്കാരിയായ സബീന ധല്ല ടാൻസാനിയയിലേക്ക് പോയതോടെ രോഗിയായ അമ്മയെ കാണാൻ ലണ്ടനിലേക്കും പിന്നീട് പോവുകയായിരുന്നു. 2 ബസ്സിനുള്ളിൽ തിരിച്ചെത്താൻ ഉദ്ദേശിച്ചായിരുന്നു അവിടേക്ക് യാത്ര തിരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ മകൾ ഹാദിയെ അൽ ഖൗസസ് മേഖലയിലെ അപ്പാർട്ട്മെൻറ്റിൽ വീട്ടുജോലിക്കാർക്കൊപ്പം ആക്കിയിട്ടാണ് സബീന ലണ്ടനിലേക്ക് വണ്ടി കയറി. അതിനുശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത്. ധല്ല പ്രമേഹ രോഗിയായിരുന്നു. ഏപ്രിൽ പകുതിയോടെയാണ് പെട്ടെന്ന് രോഗബാധിതനായി മാറിയത്. മകൻ മുജിതബ ടാൻസാനിയയിലെ പൈലറ്റാണ്. അവൻ അച്ഛനെ ഉടൻ തന്നെ അഗാഹാൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടുത്തെ പരിശോധനയിലാണ് കൊറോണ വൈറസ് പോസിറ്റീവാണെന്നുള്ള വാർത്ത പുറത്തു വന്നത്. പിതാവിൻ്റെ അവസ്ഥ വളരെ പെട്ടെന്നാണ് മോശമായത് എന്നും മുജിതബ പറയുന്നുണ്ട്. വെന്റിലേറ്ററിലാക്കിയെങ്കിലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായില്ല. ഹൃദയാഘാതം ഉണ്ടായാണ് മരിച്ചത്. കുടുംബം തകർന്നുവെങ്കിലും മക്കളെയും മകനെയും കാണണമെന്നും എത്രയും പെട്ടെന്ന് ഒരുമിച്ച് കൂടി ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും സബീന പറയുകയാണ്. എന്നെയും മകനെയും UAE-യിൽ തിരികെ എത്തിക്കണം. ഞങ്ങൾക്ക് ആർക്കും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനില്ല. ആരുമല്ലാതെ ഒറ്റപ്പെട്ടു പോയ മകളുടെ അടുത്തേക്ക് എനിക്കെത്തണം. UK-യിൽ നിന്ന് ദുബൈയിലേക്ക് പ്രവാസികളെ കൊണ്ടുപോകുന്ന വിമാനങ്ങളുണ്ട്. അവയിൽ കയറാൻ എനിക്കും അനുവാദം വേണം എന്നാണ് ഇപ്പോൾ സബീന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.